ഇത് നമ്മുടെ പരിപാടി എന്തോ നിർത്തിച്ചൂടാനുള്ള പരിപാടിയാണ്. ആയിക്കോട്ടെ, എന്താ വിരോധമുണ്ടോ? ഒരു വിരോധമില്ല. ഇതേപോലെ സമാനമായ നടന്നൊരു കൊലപാതകത്തിലെ പ്രതിയെ വീട്ടിൽ കല്യാണത്തിന് വിളിക്കുകയും അതിന്റെ കൂടെ ഫോട്ടോ എടുക്കുകയും ചെയ്തതിന്റെ ഒരു പുതിയ അവതാരം ഞങ്ങളുടെ ട്രൂപ്പിൽ പുതുതായിട്ട് ചേർത്തിരിക്കുക. വല്ലാത്ത ജാള്യത ഇപ്പോഴും ഹാഷ്മിക്ക് ഇല്ല എന്നുള്ളത് ഒരു തരിമ്പും ധാർമ്മികമായ ബാധ്യത. രാവിലെ കാണാകൂട വർത്താനം പറഞ്ഞാണല്ലോ എന്താ പ്രശ്നം? ഞാൻ ചോദിക്കട്ടെ, എന്നാ നിഖിൽ പൈലി കുറ്റക്കാരനല്ലെന്നും ആ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റ മിനിറ്റ് കേക്ക്, ഒറ്റ മിനിറ്റ് ആ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ചിരിച്ചുല്ലസിച്ച് ഒരു നേതാവ് ഫോട്ടോ എടുത്ത ഫോട്ടോയെ തള്ളി പറയോ സാദിക്ക്? അത് പിന്നെ ചോദിക്കണ്ടോ? വാക്കുകൾ കൊണ്ട് അമ്മാനമാടി വളർന്നവനാണ് ഈ പിണ്ടിമന പോൾരാജ്. ആ ഫോട്ടോ ഹാഷ്മി കാണിച്ചാൽ ആ നിമിഷം തള്ളി പറയും. ആ നിമിഷം തള്ളി പറയും. റഹീമാണ് 10 മണിക്ക് കമ്മിറ്റി മീറ്റിംഗ്. ഞാനൊക്കെ ഇവിടെ സമാധാനമായിട്ട് കഴിയുന്നത് നിനക്കൊന്നും സൈക്കിളില്ലല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ചിരിച്ചുലിച്ച ഫോട്ടോ തള്ളി പറയോ റഹീമിനെ? എവിടെ എവിടെ കാണിക്കും? സ്ക്രീനിൽ നോക്ക്. കിടന്ന് ഉരുളാൻ നോക്കണ്ട. ക്യാപ്സൂൾ തരേണ്ട, സ്ക്രീനിൽ നോക്ക്. ഒരു ആവേശത്തെ അങ്ങനെ പറഞ്ഞു പോയെന്ന് വെച്ച് ഇനിയിപ്പോ അതിനെ പിടിച്ചു കയറിക്കോ. ഇനി ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് ഭ്രാന്താ, ഒന്നും ഓർമ്മയില്ല എങ്കിലാ. നിഖിൽ പൈലി കുറ്റക്കാരനല്ല, ആ കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന് വാദിക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനൊപ്പം നിങ്ങളുടെ MP A റഹീം ചിരിച്ചുല്ലസിച്ച് ഫോട്ടോ എടുത്താൽ റഹീമിനെ തള്ളി പറയുമോ? ചിത്രം താ ഞാൻ കാണിക്കുന്നു. പിന്നെ മൂപ്പരോട് ചോദ്യങ്ങളൊന്നും അധികം ചോദിക്കണ്ട. മൗനവ്രതം തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങി. നിനക്ക് ഒരു വിചാരമുണ്ട്, നീ വലിയ ബുദ്ധിമാനാണെന്ന്. നിഖിൽ പൈലിയെ പോലെയുള്ള ഒരു കൊലപാതകിക്കൊപ്പം ആര് നിന്നാലും തള്ളി പറയും. അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ്. ഞാൻ കണ്ട ചിത്രം ഹാഷ്മിയുടെ ചിത്രമാണ്. അതാണ് ഗോൾ പോസ്റ്റ് മാറ്റില്ലേ? പുതുപ്പള്ളിയിൽ നിഖിൽ പൈലി പ്രചരണത്തിറങ്ങിയത് മര്യാദകേടാണെന്ന് കൈരളിയിലെ മാധ്യമപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, അതൊന്നും എന്താണ് സാദിഖിനെ ബോധ്യപ്പെടുത്തുന്ന കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ തന്നോട് ഇതൊക്കെ പറയാൻ താരാരാ? അവന്റെ അമ്മാവനോ അളിയനോ? നിഖിൽ പൈലി കുറ്റക്കാരനല്ല, ആ കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന് വാദിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം A റഹീമിന് ഫോട്ടോ എടുക്കാവോ? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടാ ഇത്? കാതറെ ഇത് ശവാസനാണ്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇനി ഒറ്റ വഴിയുള്ളൂ. അപ്പൊ കേരളത്തിലെ ക്യാമ്പസിൽ ഇതിന് മറുപടി ആദ്യം പറ. കൊലപാതകം നടത്തി ഇതിന് മറുപടി ആദ്യം പറ. അദ്ദേഹം പ്രതിയല്ല എന്ന് പറഞ്ഞാൽ അത് എന്തിനാണ് ഹാഷ്മി അത് സ്ഥാപിച്ചു കൊടുക്കുന്നത്? എന്തിനാണ്? ആരാടാ കാരണക്കാരൻ? പോലീസിനെ സ്വാധീനിച്ച് ഉത്തമന്റെയും കൂട്ടരുടെയും പേരിൽ കൊലപാതക കുറ്റം ചുമത്തിയത് ആരാന്നാ ചോദിച്ചത്? ഞാൻ സ്ഥാപിച്ചില്ല, ഞാൻ പറയുന്നു ധീരജിന്റേത് കൊലപാതകമാണ്. ധീരജിന്റെ കൊലപാതകമാണെന്നും അത് നിഖിൽ പൈലി പ്രതിയാണെന്നും പുതുപ്പള്ളിയിൽ ആ കൊലക്കേസ് പ്രതി പ്രചരണത്തിറങ്ങിയത് മര്യാദകളാണെന്നും പറഞ്ഞ മാധ്യമപ്രവർത്തകനാണ് ഞാൻ. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ? രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഫോട്ടോ ചിരിച്ചുല്ലസിച്ച് ഫോട്ടോ എടുത്ത റഹീം കുറ്റക്കാരനാണോ? എന്നെ വിട്ടേക്ക്. എന്റെ പൂർവ്വചരിത്രം ഇവിടെങ്ങാനും പറഞ്ഞാൽ അതോടെ എല്ലാം തീരും. ആ കാലഘട്ടങ്ങളിലെല്ലാം അതിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ അതിന് മറുപടി പറയണമെങ്കിൽ തള്ളി പറയണമെങ്കിൽ സാദിഖ് കുറച്ചുകൂടി വളരണം. ഈ ഘട്ടം എന്നെയും കൊണ്ടേ പോകുന്ന നിർബന്ധമാണ്. നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കൂടെ DYFI നേതാവ് ഫോട്ടോ എടുക്കുന്നത് പോലെയാണ് ഒരു കൊലക്കേസ് പ്രതിയുടെ കൂടെ താങ്കൾ എല്ലാത്തിനും നിനക്കൊരു ന്യായങ്ങളുണ്ടാവും. അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. പൈലി ഉന്നയിച്ച വാദം തന്നെ ആ സ്ട്രാറ്റജി പൊളിഞ്ഞു. അതിനുശേഷം വീണ് കിടന്ന് ഉരുണ്ട് പരമാവധി ഉരുളുകയാണ്. വീണെടുത്ത് കിടന്ന് ഉരുളല്ലടാ മോനെ. എടാ വേലവയ്പാ, നിന്റെ വായിലെ നാവുകൊണ്ട് പച്ചവെള്ളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ? അതിനോടൊപ്പം പൈലി പറയുന്നതിൽ ആത്മാർത്ഥതയോട് ആരക്കഴിഞ്ഞുണ്ടെങ്കിൽ ആ കൊലക്കത്തി പോലും കണ്ടെടുക്കാൻ കഴിവുകെട്ട പോലീസ് സംവിധാനത്തിന് നയിക്കുന്ന മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ കഴിയുമോ സാദിഖിന് ആ കേസ് എന്തായി എന്ന്? ഇത് ചോദിക്കാൻ എവിടെ പോയി ന്യായം പറയുന്ന ഈ നാവ്? മതിയടാ, ഞങ്ങളുടെ ജോയിന്റിൽ ഓയിൽ അടിച്ചത് മതി. ഇതിവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.